നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മണലൂർ പാലാഴിയിൽ മരം വീണ് വാഹനങ്ങൾ തകർന്നു. സംസ്ഥാനത്ത് എക്സൈസ് പരിശോധന കർശനമാക്കുന്നു. വാർത്തകൾ വിശദമായി. 7ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം നടന്നു. തൃപ്രയാർ കിഴക്കേനടയിലുള്ള കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ SSLC, +2, CBSE ഫുൾ A+, A1 നേടിയ വിദ്യാർത്ഥികൾക്ക് ട്രോഫികളും ക്യാഷ് അവാർഡും നൽകി. റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ പുരസ്കാര സമർപ്പണം ചടങ്ങ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. TMC ഗ്രാമ്യ കഴിഞ്ഞ 30 വർഷക്കാലമായി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന അവാർഡുകൾ ഏറ്റവും ശ്രദ്ധയോടെ ഈ കാലഘട്ടത്തിലും കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും TMC ഗ്രാമ്യയുടെ അവാർഡുകൾ ഏറ്റുവാങ്ങുന്ന കുട്ടികളോടുള്ള അഭ്യർത്ഥന, നിങ്ങളെ ഈ സമൂഹം ആകെ ആദരിക്കുമ്പോൾ കൂടുതൽ സാമൂഹിക പ്രതിബദ്ധതയോടെ, കൂടുതൽ വിനയത്തോടെ മനുഷ്യ നന്മയുടെ പ്രകാശഗോപുരങ്ങളായിട്ട് മാറാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അതാണ് കാലത്തിനോടും ഈ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളോടും നാം നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഐക്യപ്പെടൽ. തീർച്ചയായിട്ടും TMC ഗ്രാമ്യ അവാർഡിൽ നേരിട്ട് പങ്കെടുക്കാം എന്ന് സമ്മതിച്ചതാണെങ്കിലും നാളെ എൻ്റെ വകുപ്പിൻ്റെ ഡിമാൻഡ് ഡിസ്കഷൻ കേരളത്തിൻ്റെ നിയമസഭയിൽ നടക്കുകയാണ്. 24-ാം തീയതി എൻ്റെ വകുപ്പിൻ്റെ ഡിമാൻഡ് ഡിസ്കഷനാണ് എന്നുള്ളത് കൊണ്ട് റവന്യൂ, സർവേ, ഭവന നിർമ്മാണ രംഗത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ അവതരിപ്പിക്കേണ്ട ഒരു ചുമതല ഈ കാര്യത്തിൽ വഹിക്കുന്നത് കൊണ്ട് സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളുമായി ഒന്ന് പോകേണ്ടി വന്നതുകൊണ്ട് നേരിട്ട് വരാൻ അവസരമുണ്ടായില്ല. മറ്റൊരു ഘട്ടത്തിൽ നേരിട്ട് വരാനും നിങ്ങളെ കാണാനുമുള്ള അവസരമുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ നേടിയ വിജയം ചെറുതല്ല, അത്യുജ്വലമായിട്ടുള്ള വിജയമാണ്. ആ വിജയത്തിന് നിങ്ങൾ പ്രാപ്തരായതിന് നിങ്ങളെ പ്രത്യേകിച്ച് കേരള സർക്കാരിന് വേണ്ടി ഊഷ്മളമായി ഉന്നത വിജയം നേടിയ നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് ഈ വിജയത്തിലേക്ക് എത്തിക്കാൻ പ്രേരിപ്പിച്ച രക്ഷകർത്താക്കളെയും അധ്യാപകരെയും പൊതുസമൂഹത്തെയും കേരള ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. TMC ഗ്രാമ്യ എല്ലാ വർഷവും വിടാതെ നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഈ വലിയ മനസ്സിന് കേരള സർക്കാരിന് വേണ്ടിയിട്ട് സംഘാടകർക്കെല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു. നേരിട്ട് വരാനായില്ലെങ്കിലും ഓൺലൈനിലൂടെ ഈ ചടങ്ങ് ഔപചാരിക COA സംസ്ഥാന സെക്രട്ടറി PB സുരേഷ് അധ്യക്ഷത വഹിച്ചു. കായ്പമംഗലം MLA E.T. ടൈസൺ മാസ്റ്റർ ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു. റിപ്പോർട്ടർ TV കൺസൾട്ടിംഗ് എഡിറ്റർ പ്രൊഫസർ അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. നിങ്ങൾക്ക് A+ കിട്ടിയെന്നറിയുമ്പോൾ നിങ്ങളുടെ അമ്മയുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ഒരു കണ്ണീരുണ്ടാവും. നിങ്ങൾക്ക് A+ കിട്ടാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിങ്ങൾ എഴുന്നേൽക്കുന്നതിനും 2 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് അന്ന് ഗ്യാസ് അടുപ്പില്ലാത്ത സമയത്ത് പുകയുള്ള അടുപ്പിൽ ഊതി ആ പുക മുഴുവൻ ശ്വസിച്ച് സ്നേഹ എന്ന് പറയുന്ന ഒരു കുട്ടി ചെർപ്പളശ്ശേരിയിൽ കവിത എഴുതിയതുപോലെ ആരും വിളിച്ചുണർത്താതെ തനിയെ സ്റ്റാർട്ടായി സോഡിയം ക്ലോറൈഡ് ലായനി ഉൽപ്പാദിപ്പിച്ചു നിൽക്കുന്ന വീട്ടിലെ ഒരു മെഷീനായി അമ്മ ഇങ്ങനെ നിരന്തരം കണ്ണീർ വാർക്കുമ്പോൾ ഒടുവിൽ നിങ്ങൾക്ക് 1ാം സ്ഥാനം കിട്ടി എന്നറിയുമ്പോൾ അമ്മയുടെ മുഖത്ത് ആ കണ്ണീരിനടിയിൽ ഒരു ചെറിയ പുഞ്ചിരി ഇങ്ങനെ ഉറി വരും. ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പാടത്തും പറമ്പിലും പണിയെടുത്ത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ചുമയുടെ ആഘാതം താങ്ങവയ്യാതെ എഴുന്നേറ്റിരുന്ന് ചുമച്ചു വീണ്ടും കിടന്നുറങ്ങി രാവിലെ പുലർകാലത്ത് പാടത്ത് പണിയെടുക്കാൻ പോയ നിങ്ങളുടെ അച്ഛന് നിങ്ങൾക്ക് 1ാം സ്ഥാനം കിട്ടിയെന്നറിയുമ്പോൾ അച്ഛൻ്റെ കണ്ണീരും ഒരു പുഞ്ചിരിയും കൂടി ഇടകലർന്നു വരുന്നൊരു നിമിഷമുണ്ടാവും. അതാണ് നമുക്ക് ജീവിതത്തിൽ തിരിച്ചറിയുന്നത്. ഇത് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷനിൽ സാധ്യമാണോ? ന്യൂസ് മലയാളം ചാനൽ മാനേജിംഗ് ഡയറക്ടർ അബൂബക്കർ സിദ്ദിഖ് മുഖ്യാതിഥിയായി. താനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, COA സംസ്ഥാന സെക്രട്ടറി സിബി PS, KCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, COA ജില്ലാ സെക്രട്ടറി P ആന്റണി, കേരള വിഷൻ തൃശൂർ ചെയർമാൻ PM നാസർ, കേരള വിഷൻ തൃശൂർ മാനേജിംഗ് ഡയറക്ടർ T ജയപ്രകാശ്, COA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം K ബിജുകുമാർ, TMC MD-യും COA ജില്ലാ പ്രസിഡന്റുമായ TD സുഭാഷ്, ചെയർമാൻ EL ടോണി, COA തൃപ്രയാർ മേഖലാ പ്രസിഡന്റ് TM റഹീം, സെക്രട്ടറി KR സുമേഷ് കുമാർ, ഗ്രാമ്യ ചാനൽ MD രഘു പുളിക്കൽ എന്നിവർ സംസാരിച്ചു. പ്രതിഭകൾക്കുള്ള ആദരമാണ്.
MSc ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ള PS ശില്പയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഫസ്റ്റ് റാങ്ക് ഇൻ MSc ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫ്രം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, പോർട്ട് ബ്ലെയർ ക്യാമ്പസ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷിൻ്റെയും കാരമുക്ക് സർവീസ് സഹകരണ ബാങ്ക് ചീഫ് അക്കൗണ്ടന്റ് PC സുമിളയുടെയും മകളാണ് ശില്പ. നല്ലൊരു കയ്യടി ശില്പയ്ക്ക്. അടുത്തത് നിതിൻ ദാസ് KH. നിതിൻ ദാസിനുള്ള ആദരമാണ്. ന്യൂസ് റിപ്പോർട്ടർ, അവതാരകൻ, ഗ്രാമ്യ ഓർബിറ്റ് ചാനൽ. മലയാളത്തിൽ ബിരുദാനന്തര ബിരുദ കാലയളവിനുള്ളിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കോളേജ് വിദ്യാർത്ഥിക്കുള്ള ഫാദർ ജോസ് ചുങ്കൻ കലാലയരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രതിഭാ പുരസ്കാരം, ഗുരുകാരുണ്യം എക്സലൻസ് അവാർഡ് അടക്കം സംസ്ഥാന തലത്തിൽ അക്കാദമിക മേഖലയിലും സാഹിത്യ മത്സരങ്ങളിലും 22 പുരസ്കാരങ്ങൾ വേറെയും ലഭിച്ചിട്ടുണ്ട്. നിധിനെ ഈ വേദിയിൽ പ്രതിഭാ പുരസ്കാരം നൽകി ആദരിക്കുകയാണ്. മണലൂർ പാലാഴിയിൽ വൻമരം വീണ് ട്രാവലുകൾ തകർന്നു. പാലാഴി 18ാം വാർഡിലെ വിദ്വാൻ കെ പ്രകാശം റോഡിന് സമീപം പാർക്ക് ചെയ്തിരുന്ന 2 ട്രാവലറുകളുടെ മുകളിലാണ് വൻമരം കടപുഴകി വീണത്. കുറവങ്ങാട്ടിൽ വിഷ്ണു, വിപിൻ എന്നീ സഹോദരങ്ങളുടെ ഉടമസ്ഥതയിലുള്ള കൊച്ചുകൊമ്പൻ എന്ന ട്രാവലറുകളാണ് തകർന്നത്. രാത്രി ഓട്ടം കഴിഞ്ഞ് വീടിന് സമീപത്തെ റോഡിന് സമീപം പാർക്ക് ചെയ്തതായിരുന്നു. സമീപത്തെ വൈദ്യുതി വിച്ഛേദിച്ചതിന് ശേഷം നാട്ടുകാരുടെ സഹായത്തോടെ ഏറെ ബുദ്ധിമുട്ടിയാണ് വാഹനങ്ങളുടെ മുകളിൽ നിന്ന് മരം മുറിച്ചു മാറ്റിയത്. 2 വാഹനങ്ങൾക്കും കൂടി 3 ലക്ഷം രൂപയാണ് നഷ്ടം ഉണ്ടായിട്ടുള്ളതെന്ന് ഉടമകൾ പറഞ്ഞു. തമിഴ്നാട് കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ എക്സൈസ് പരിശോധന ശക്തമാക്കാൻ മന്ത്രി MB രാജേഷ് നിർദ്ദേശിച്ചു. ചെക്ക് പോസ്റ്റിലും അതിർത്തി മേഖലയിലും കൂടുതൽ പട്രോളിംഗ് യൂണിറ്റുകളുടെ നിരീക്ഷണവും പരിശോധനയും ഉറപ്പാക്കും. ഇതിനായി കൂടുതൽ ജീവനക്കാരെ താൽക്കാലികമായി നിയോഗിച്ചു. അന്തർ സംസ്ഥാന വാഹനങ്ങൾ നിരീക്ഷിക്കുകയും സംശയമുള്ളവ പരിശോധിക്കുകയും ചെയ്യും. കേരള എക്സൈസ് മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റിൻ്റെ ഹൈവേ പട്രോളിംഗ് ടീം വാഹന പരിശോധനയും വിപുലമാക്കും. സ്പിരിറ്റ് വ്യാജമദ്യ കേസിലെ പ്രതികളെ നിരീക്ഷിക്കും. വ്യാജമദ്യ ദുരന്തങ്ങൾ നടന്നിട്ടുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകം ജാഗ്രത പുലർത്തും. പരിശോധനകളോട് ജനം സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. വനിതാ ലീഗ് വാടാനപ്പള്ളി ബീച്ച് മേഖലാ കമ്മിറ്റി SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും വനിതാ സംഗമവും നടത്തി. വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OS നഫീസ യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം രേഖ അശോകൻ അധ്യക്ഷയായി. വനിതാ ലീഗ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് താഹിറ സാദിഖ്, യൂത്ത് ലീഗ് മണലൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി VM മുഹമ്മദ് സമാൻ, മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് മുജീബ്, സെക്രട്ടറി ഷാജി, സലീം, കമറുദ്ദീൻ, PM മുഹമ്മദ്, ഷാജി, ഷാഹുൽ എന്നിവർ സംസാരിച്ചു. ജയിച്ച കുട്ടികൾ വിചാരിക്കും അല്ലേ, എന്താണ് ഞങ്ങൾക്കൊന്നും ആരും അഭിനന്ദിക്കാനില്ലേ എന്ന്. പക്ഷേ ഇതൊരു ഉപഹാരം എന്ന് പറഞ്ഞാൽ +2 SLC ജയിച്ചതിന് മാത്രമല്ല, നിങ്ങളുടെ ഉപരി വിദ്യാഭ്യാസത്തിനുള്ള ഒരു പ്രോത്സാഹനമായിട്ട് കാണണം. ഉയർന്നുയർന്ന് വരണം. സമൂഹത്തിനും നാട്ടുകാർക്കും നാടിനും വീടിനും ഒക്കെ നമ്മുടെ രാജ്യത്തിനുമൊക്കെ വളരെ ഉഷാറായ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ഒരു ചെറിയ ചെറിയ ഉപഹാരങ്ങൾ ഇത് സംഘടിപ്പിച്ച വനിതാ ലീഗിൻ്റെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക 4ാം വാർഡ് കമ്മിറ്റി വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗുകളും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മഴക്കോട്ടുകളും വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PA ഷൗക്കത്ത് നിർവഹിച്ചു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷനായി. ശ്രീദേവി സദാനന്ദൻ, പുഷ്പാങ്കദൻ ഞായക്കാട്ട്, റാനീഷ് നാട്ടിക, പ്രസാദ് നാട്ടിക, വിശ്വനാഥൻ കൊടപ്പുള്ളി, ജയരാമൻ അണ്ടയത്ത്, സുബ്രഹ്മണ്യം മന്ത്ര, കണ്ണൻ അന്തിക്കാട്ട്, പ്രമീള പൂക്കാട്ട്, ഗീതാഞ്ജലി തിലകൻ, സത്യഭാമരാമൻ, രമണി കൃഷ്ണൻ, രാധാ തൃപ്രയാറ്റ് എന്നിവർ പങ്കെടുത്തു. സംവരണമായതിൻ്റെ പേരിൽ സിദ്ധി വേറെ വാർഡിൽ ഒരു പരിചയമില്ലാത്ത വാർഡിൽ പോയി മത്സരിച്ചു. അവർക്ക് ഭാഗ്യമില്ലാത്തതിൻ്റെ പേരിൽ സിദ്ധി ചെറിയ വോട്ടിന് പരാജയപ്പെട്ടു. സിദ്ധി ജയിച്ചില്ലെങ്കിലും സ്വന്തം വാർഡ് അവിടെ ആളുകളെ, അവിടുത്തെ മക്കളെ, അവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളെ എത്ര സ്നേഹിക്കുന്നുണ്ട്. സിദ്ധി ജനിച്ചു വളർന്ന സ്ഥലം കൂടിയെന്ന് പറയണം. അപ്പോൾ എല്ലാവരെയും നേരിട്ടറിയാവുന്ന സിദ്ധി, ആ സിദ്ധി ഇന്ന് നമ്മുടെ ചെറിയ മക്കൾക്ക് സ്കൂൾ ബാഗ് കൊടുക്കുന്നു. സംഗതി സ്കൂൾ തുറന്നിട്ട് കുറച്ച് ദിവസമായി. നേരത്തെ പറഞ്ഞ പോലെ ഇലക്ഷൻ്റെ സമയമായതിൻ്റെ പേരിൽ എല്ലാവർക്കും അറിയാം, എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കഴിഞ്ഞാൽ അത് ഇലക്ഷൻ ടൈമിൽ അത് വലിയ ബുദ്ധിമുട്ടായി മാറും എന്നുള്ളത് കൊണ്ട് ആ സമയത്ത് കൊടുക്കാൻ സാധിച്ചില്ല. തളിക്കുളം വികാസ് ട്രസ്റ്റ് മുൻ ഡയറക്ടർ TR ചന്ദ്രദത്ത് അനുസ്മരണവും ദത്ത് മാഷ് അവാർഡ് സമർപ്പണവും നടന്നു. വികാസ് ട്രസ്റ്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ
ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ പി മുഹമ്മദ് അലി അധ്യക്ഷനായി. റവന്യൂ മന്ത്രി കെ രാജൻ സൊലേസ് സാരഥി ഷീബ അമീറിന് അവാർഡ് സമർപ്പിച്ചു. 1 ലക്ഷം രൂപയും ഫലകവുമാണ് അവാർഡ്. ഡോക്ടർ കാവുബായി ബാലകൃഷ്ണൻ ദത്തുമാഷ അനുസ്മരണം നടത്തി. സി ചന്ദ്രബാബു ഷീബ അമീറിനെ പരിചയപ്പെടുത്തി. മുൻ ഡയറക്ടർ സി ശങ്കരനാരായണൻ, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത, TR രാജീവൻ, TU സുഭാഷ് ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. വികാസ് ട്രസ്റ്റ് ഹെൽത്ത് വോളണ്ടിയറായിരുന്ന PS ഷീമയുടെ കരൾ രോഗമുള്ള സഹോദരന് ഷീമയുടെ തന്നെ കരൾ മാറ്റിവെക്കുന്നതിനുള്ള ട്രസ്റ്റിൻ്റെ സഹായമായ 25,000 രൂപ ഡോക്ടർ പി മുഹമ്മദ് അലി ഷീനയുടെ അമ്മയ്ക്ക് കൈമാറി. ചന്ദ്രദത്ത് മാഷിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, മലപ്പാട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കേരളം ഭരിച്ച ആദ്യ ഗവൺമെന്റിനെതിരായി നടന്ന വിമോചന സമരത്തിനെതിരായി പ്രകടനം നടത്തിയതിന് കടുത്ത മർദ്ദനം ഏറ്റുവാങ്ങി മലബാറിലെ ഐക്യ വിദ്യാർത്ഥി സംഘടനയുടെ മേഖലാ സെക്രട്ടറിയായി പ്രവർത്തിച്ച് കൗമാരകാലത്ത് തന്നെ സംഘടനാ ബോധത്തിന്റെ കൊടിയേറ്റു പിടിച്ച ഒരാളായിരുന്നു ദത്തുമാഷ്. ദത്തുമാഷാണെങ്കിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രൊഫസർ TR ഹാരി എന്ന ഞങ്ങളുടെ ഹാരി മാഷാണെങ്കിലും അദ്ദേഹത്തിനാണെങ്കിലും ഒക്കെ വളരെ വിപ്ലവകരമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്നിട്ടുള്ള വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളാണ്. CPIയുടെ ജില്ലാ സെക്രട്ടറിയും പൊന്നാനി താലൂക്ക് സെക്രട്ടറിയും ഒക്കെയായി പ്രവർത്തിച്ച. ഇടവേള. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? മായ കോളേജ് നിങ്ങൾക്കൊപ്പമുണ്ട്. റാങ്കുകളുടെ അകമ്പടിയോടെ 50 വർഷത്തിലേറെ പ്രൗഢമായ പാരമ്പര്യം, മാറുന്ന നൂതന വിദ്യാഭ്യാസ രീതികൾക്കൊപ്പം തികഞ്ഞ അച്ചടക്കത്തോടെ ഇന്ത്യക്കകത്തും പുറത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള മികച്ച കോഴ്സുകൾ, പ്രഗത്ഭരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ലാബ്, കുഞ്ഞുണ്ണിമാഷ് പഠന ഗവേഷണ ലൈബ്രറി. മായ കോളേജ് കോഴ്സസ് ഓഫ് MA, BA, MCom, BCom, MBA, BBA, MCA, BCA, സ്റ്റേറ്റ് ആൻഡ് NIOS +2 കോഴ്സുകളും. വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് കലാ, സാഹിത്യ, സംഗീത, കായിക മേഖലകൾ സമന്വയിക്കുന്ന ക്യാമ്പസ്. മായ കോച്ചിംഗ് സെന്റർ, PSC കോച്ചിംഗ്, ട്യൂഷൻ ഫോർ സ്റ്റേറ്റ് ആൻഡ് CBSE, LP, UP, ഹൈസ്കൂൾ, +2, UG, PG, ഡിപ്ലോമ, ഓൾ സബ്ജക്ട്സ്. മോണ്ടിസോറി പ്രീ പ്രൈമറി കമ്പ്യൂട്ടർ ടീച്ചർ ട്രെയിനിംഗ്, കോളേജ് ഓഫ് ഫാഷൻ ഡിസൈൻ, പാരാമെഡിക്കൽ അക്കാദമി, കമ്പ്യൂട്ടർ അക്കാദമി, കൂടാതെ നിരവധി റെഗുലർ കോഴ്സുകളും. ഒന്നിച്ചു മുന്നേറാം, ഒന്നാമതെത്താം. പ്രവേശനം തുടരുന്നു. മായ കോളേജ്, വലപ്പാട്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES, തൃപ്രയാർ. 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES, അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCom ടാക്സേഷൻ, BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്തെ മിനുമിനുപ്പം പളവളപ്പം. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ
അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക്, സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വീണ്ടും വാർത്തകളിലേക്ക്. സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെയും തൃപ്രയാറിലെ അക്ഷരം പ്രതി വായനാ കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ നാട്ടികയിൽ സാഹിത്യ സദസ്സ് സംഘടിപ്പിച്ചു. സാഹിത്യ പരിഷത്ത് പ്രസിഡന്റും സാഹിത്യകാരനുമായ C. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യം ഭാഷാ വ്യവഹാരങ്ങളിലൂടെയാണ് എന്നും വളർന്നിട്ടുള്ളതെന്നും ഇന്ന് സോഷ്യൽ മീഡിയയാണ് സാഹിത്യത്തെ യഥാർത്ഥ വായനയിൽ നിന്നും അകറ്റിയതെന്നും ചടങ്ങിൽ അധ്യക്ഷനായ സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്ത് അഭിപ്രായപ്പെട്ടു. ജനാധിപത്യത്തിൽ പ്രാഥമികമായി വേണ്ടത് പ്രതിപക്ഷ ബഹുമാനമാണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ എഴുത്തുകാരി മാനസി പറഞ്ഞു. ഡോക്ടർ നെടുമുടി ഹരികുമാർ, KG ബാലകൃഷ്ണൻ, PU അമീർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഭാഷാ വ്യവഹാരങ്ങളും സാഹിത്യ നിർമ്മിതിയും എന്ന വിഷയത്തിൽ സെമിനാറുകൾ നടന്നു. ആദ്യ സെമിനാറിൽ KS സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. PF മാത്യൂസ്, K. രഘുനാഥൻ, വിജി തമ്പി, KG ശേഖരൻ എന്നിവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന സെമിനാറിൽ ശ്രീമൂലനഗരം മോഹനൻ അധ്യക്ഷത വഹിച്ചു. MK ഹരികുമാർ, PJJ ആൻ്റണി, MN വിനയകുമാർ, M. അബ്ദുൽ ഹമീദ്, ജോജി ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കവിതമഴ അരങ്ങേറി. കവിയും ഗാനരചയിതാവുമായ RK ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. കവികളായ പത്മദാസ്, ബക്കർ മേത്തല, ശ്രീലത വർമ്മ, വർഗീസ് ആൻ്റണി, അഗസ്റ്റിൻ കുട്ടനെല്ലൂർ, K. ദിനേശ് രാജ, ഷാജിദ സലീം എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന സെമിനാറിൽ VN വിനയകുമാർ അധ്യക്ഷത വഹിച്ചു. ഫ്രാൻസിസ് നൊറോണ, ഡോക്ടർ M. കൃഷ്ണൻ നമ്പൂതിരി, ലാൽ കച്ചിലം എന്നിവർ സംസാരിച്ചു. ബാലസാഹിത്യകാരൻ CP പള്ളിപ്പുറം സാഹിത്യവും സമൂഹവും എന്ന വിഷയത്തിൽ സമാപന പ്രഭാഷണം നടത്തി. വലപ്പാട് പുത്തൻപള്ളി മഹല്ല് കമ്മിറ്റിയും വലപ്പാട് പുത്തൻപള്ളി മഹല്ല് UAE കൂട്ടായ്മയും സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് 2024 വലപ്പാട് ബാബുലുലു മദ്രസയിൽ വെച്ച് നടന്നു. ചീഫ് ഇമാം ഹാഫിൾ അബ്ദുൽ സമദ് ഫൈസിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടി ക്രൈംബ്രാഞ്ച് DYSP M. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സന്താപം, നിങ്ങളുടെ കാമം, രതി, വിഷമം, ദുഃഖം എല്ലാത്തിനും നിങ്ങൾ പരസ്പരം നിങ്ങളുടെ റൂമിൽ, നിങ്ങളുടെ ബെഡ്റൂമിൽ വെച്ച് നിങ്ങളുടെ കിടപ്പുമുറിയിൽ വെച്ച് ആ സ്വകാര്യതയിൽ അത് തീർക്കുക. നിങ്ങളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഈ കുട്ടിയുടെ മുന്നിൽ വെച്ച്, നിങ്ങളുടെ വഴക്കുകൾ ഇത് കുട്ടിയുടെ മുന്നിൽ വെച്ച് അനങ്ങേറേണ്ട ഒന്നല്ല. അപ്പൊ ഒരിക്കലും നമ്മുടെ കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒരിക്കലും വഴക്ക് കൂടരുത്, അച്ഛനമ്മ വഴക്ക് കൂടരുത്. അതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ വാസ്തവം. അപ്പൊ അതിന്റെ ഉദാഹരണം പറഞ്ഞതാണ് ഉണ്ടായ സംഭവം. ഞാനിത് പറഞ്ഞതിന് ശേഷം അച്ഛൻ ആ കാര്യം സമ്മതിക്കുകയും ആ ചെറിയ കുട്ടിയുടെ അച്ഛൻ പിന്നീട് ഞാൻ 5-6 മാസത്തിന് ശേഷം ഞാൻ ഇതിന്റെ ഫീഡ്ബാക്ക് നൽകുമ്പോൾ അവൾ ഓക്കെയാണ്, വീട്ടിലൊക്കെ കുട്ടി ഓക്കെയായി, കുട്ടി വളരെ ഹാപ്പിയാണ്, 100% കുട്ടിയും ഹാപ്പിയാണ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ വീട്ടില് ഫാമിലി എന്ന് പറയുന്നത് മറ്റേ കുടുംബം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. മഹൽ പ്രസിഡന്റ് VK സുലൈമാൻ ഹാജി അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി PA നസീർ, ഖത്തീബ് അബ്ദുൽ സമദ് ഫൈസി, NM ഷെരീഫ്, AV റഷീദ്, PA ഷാജഹാൻ,
കെ എ അയ്യൂബ്, പി എസ് ഷഹീൻ എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ എം പി സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ആഹ്ലാദം പങ്കുവച്ച് നാട്ടിക പഞ്ചായത്ത് 2ാം വാർഡ് അംഗം പി.വി. സെന്തിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ 100ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. യോഗം യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരുതയൂർ ഉദ്ഘാടനം ചെയ്തു. പി.വി. സെന്തിൽകുമാർ അധ്യക്ഷനായി. പഠനോപകരണ വിതരണം BJP ജില്ലാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട് നിർവഹിച്ചു. ബ്ലോക്ക് മെമ്പർ ബഗീഷ് പുരാടൻ ഉന്നത വിജയികളെ അനുമോദിച്ചു. BJP മണ്ഡലം സെക്രട്ടറി ലാൽ ഊണുങ്ങൽ, ലതാ നായരിശ്ശേരി എന്നിവർ സംസാരിച്ചു. ആ രീതിയിലേക്ക് നമുക്ക് പഠിക്കാൻ കഴിയുന്ന, ഏത് മേഖലയിലും കടന്നു ചെല്ലാൻ കഴിയുന്ന സാധ്യതയുള്ള സാഹചര്യങ്ങളുള്ള ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുന്നത്. എന്തായാലും ഞാൻ കൂടുതൽ തന്നെ പറഞ്ഞു പോകുന്നില്ല. നന്നായി പഠിക്കണം, അല്ലേ? നന്നായി പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. നമ്മളാരും കൂപമണ്ഡപങ്ങളാകാൻ പാടില്ല, അല്ലേ? ചില പറയും എന്താ പൊട്ടക്കിണറ്റിൽ തവണാന്നാണ് പറയുന്നത്, കൂപമണ്ഡപം എന്ന് പറയുന്നത്, അല്ലേ? പൊട്ടക്കിണറ്റിൽ തവണയെ സംബന്ധിച്ച് എന്താ, അവരവിടെയുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ, പുറത്തേക്കൊന്നും അറിയില്ല. നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ പൊതുവെ എല്ലാം അറിയാൻ കഴിയണം, എല്ലാവരെയും കാണാൻ കഴിയണം, എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയണം, അടുത്തറിയാൻ കഴിയണം. ജോയിന്റ് കൗൺസിൽ നാട്ടിക മേഖല യാത്രയയപ്പ് സമ്മേളനം നടന്നു. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം CPI സംസ്ഥാന കൗൺസിൽ അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയെ സംബന്ധിച്ച് ഒരു ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് നല്ലതുപോലെ ഇടതുപക്ഷത്തിനെതിരെ പ്രചരണങ്ങൾ അടിച്ചുവിടാൻ രാഷ്ട്രീയ എതിരാളികൾക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ ജനജീവിതത്തെ സംബന്ധിച്ച് നേരിട്ട് ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മാവേലി സ്റ്റോറുകൾ, സപ്ലൈകോ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലുള്ള സാധനങ്ങളുടെ പോരായ്മകൾ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധമുണ്ടാക്കാൻ വഴിയൊരുക്കിയിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട. 64 ലക്ഷം കുടുംബങ്ങൾക്ക് നൽകി വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ പ്രവർത്തനങ്ങളുടെ താളം തെറ്റിയത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഈ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പരാജയപ്പെട്ടു പോയി എന്നുള്ളതല്ല, ഈ പ്രശ്നങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാൻ എതിരാളികൾക്ക് നല്ലതുപോലെ സാധിച്ചു. വിരമിച്ച VV രാജൻ, CS സഹദേവൻ, ഷാഡിൻ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി VJ മെർലി അധ്യക്ഷയായി. ജില്ലാ ട്രഷറർ VV പ്രസാദ്, വൈസ് പ്രസിഡന്റ് MK ഷാജി, PT സണ്ണി, KB സുഭാഷ്, PV പ്രമോദ്, TS സുധി, KV ദിനേഷ്, ദിവ്യ എന്നിവർ സംസാരിച്ചു. വായനാ പക്ഷാചരണത്തിൻ്റെ നാട്ടിക ബീച്ച് ഗ്രാമീണ ഗ്രന്ഥശാലയുടെയും സർദാർ കലാവേദിയുടെയും നേതൃത്വത്തിൽ പ്രതിഭാ സംഗമവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് PP വിനോദ് അധ്യക്ഷനായി. രക്ഷാധികാരി ധനജയൻ K മച്ചിങ്ങൽ ഉപഹാര സമർപ്പണം നടത്തി. KK ധർമ്മപാല മാസ്റ്റർ, NK വിജയകുമാർ, PV ദിലീപ് കുമാർ, PK സുധർമ്മൻ എന്നിവർ സംസാരിച്ചു. സാംസ്കാരിക രംഗത്തുള്ള വിഷയങ്ങളായിക്കോട്ടെ, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളായിക്കോട്ടെ, നമ്മുടെ മുറ്റത്ത് തന്നെ നമുക്ക് കയ്യെത്താവുന്ന ദൂരത്തിൽ അറിവുകൾ നേടിത്തരാൻ ഒരുപാട് വ്യക്തികൾ നമ്മുടെ കൂടെയുണ്ട്. എനിക്കൊരു കാര്യം നമ്മളോട് സൂചിപ്പിക്കാനുള്ളത്, നേരത്തെ മാഷ് പറഞ്ഞതുപോലെ നിങ്ങൾക്കുള്ള ഒരു പ്രോത്സാഹനമാണ് ഇന്നത്തെ വിജയത്തിന്റെ അനുമോദന ചടങ്ങിച്ചുള്ളത്, ഈ സമ്മാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇതൊരു അവസാന വാക്കായിട്ട് കാണരുത്, ഇത് അഹങ്കാരത്തിന്റെ വഴിയായിട്ട് കാണരുത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫുൾ A+ നേടി, ആ A+ നേടിയപ്പോൾ ഞാനെല്ലാം തകഞ്ഞു എന്നുള്ള വിഷയത്തിലേക്ക് പോകരുത്. മാലിയങ്കര SNM IMT എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജിലെ വിവിധ BTech ഡിപ്ലോമ കോഴ്സുകളിലെ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള നാട്ടിക SNDP യൂണിയൻ ഹാളിൽ തിങ്കളാഴ്ച രാവിലെ 9:30 മുതൽ വൈകുന്നേരം 3 മണി വരെ അഡ്മിഷൻ നടക്കും. താൽപ്പര്യമുള്ളവർ യോഗ്യതാ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയുമായി നേരിട്ട് ഹാജരാവുക. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മികച്ച പഠന നിലവാരം പുലർത്തുന്ന കുട്ടികൾക്ക് വിവിധതരം സ്കീമുകൾ ലഭ്യമാണ്. അർഹരായവർക്ക് മറ്റ് സ്കോളർഷിപ്പുകളും ലഭ്യമാണ്. BTech സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് 9188557142 എന്ന നമ്പറിലും ഡിപ്ലോമ സംബന്ധിച്ച വിവരങ്ങൾക്ക് 9188783360 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. പ്രധാന വാർത്തകൾ വീണ്ടും. TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു.
മണലൂർ പാലാഴിയിൽ മരം വീണ് വാഹനങ്ങൾ തകർന്നു. സംസ്ഥാനത്ത് എക്സൈസ് പരിശോധന കർശനമാക്കുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.